നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഐക്യ അറബ് എമിറേറ്റുകളുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയും വൈസ് പ്രസിഡന്റും ദുബായ് എമിറേറ്റിന്റെ ഭരണാധികാരിയുമാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. ദുബായിലെ പരമാധികാരിയാണ് അൽ മക്തൂം. പ്രവാസികളെ ഏറെ സ്നേഹിക്കുന്ന, ചേർത്ത് നിർത്തുന്ന ഒരു നേതാവ്. ജനാധിപത്യ സ്ഥാപനങ്ങൾ ഇല്ലാത്തതിനാലും ആഭ്യന്തര വിയോജിപ്പുകൾക്ക് വിലക്കുകളുള്ളതിനാലും അദ്ദേഹത്തിന്റെ ഭരണം സ്വേച്ഛാധിപത്യപരമാണ് എന്ന് വിലയിരുത്തപ്പെടുകയാണ്. ഒരു സ്വേച്ഛാധിപത്യ രാജ്യമായി വിദഗ്ധർ വിലയിരുത്തുന്ന UAE പ്രധാനമന്ത്രി കൂടിയാണ് മുഹമ്മദ് ബിൻ റാഷിദ്. എന്നിരുന്നാൽ തന്നെയും ലോകത്തിന് മുന്നിൽ കരുണയുടെയും കരുതലിന്റെയും പ്രതീകമാണ് ഈ നേതാവ്. ഇപ്പോഴത്തെ അദ്ദേഹം തന്റെ ഒരു വേദനിപ്പിക്കുന്ന ഓർമ്മ വ്യക്തമാക്കുകയാണ്. നീണ്ട 40 വർഷത്തിനു ശേഷം ഉമ്മയുടെ വേർപാടിനെ കുറിച്ച് ഓർമ്മകൾ പങ്കുവച്ച് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയുമായ ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം രംഗത്തെത്തിയിരിക്കുകയാണ്. സാമൂഹിക മാധ്യമങ്ങളിലൂടെയാണ് അദ്ദേഹം കുറിപ്പ് പങ്കുവച്ചത്. രാജ്യം മാതൃദിനം ആഘോഷിച്ച സാഹചര്യത്തിലാണ് വിട പറഞ്ഞ തന്റെ മാതാവിന്റെ ഓർമ്മകൾ അദ്ദേഹം പങ്കുവച്ചത്. ഷെയ്ഖ് മുഹമ്മദിന്റെ ഉമ്മ ഷെയ്ഖ ലത്തീഫ ബിൻ ഹംദാൻ ബിൻ സായിദ് അൽ നഹ്യാനെ കുറിച്ചുള്ള ഓർമ്മകൾ ആണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. 40 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഉമ്മയുടെ ഓർമ്മകൾ തന്നെ വേട്ടയാടുന്നുവെന്ന് അദ്ദേഹം ട്വിറ്ററിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. ഉമ്മമാരുടെ മുഖത്തെ സമാധാനവും ശാന്തിയും നമുക്ക് അവിടെ മാത്രം കാണാൻ സാധിക്കുകയുള്ളൂ. എല്ലാ മക്കളും തങ്ങളുടെ ഉമ്മമാരെ പറ്റി സംസാരിക്കാൻ ഉണ്ടായിരിക്കും. തന്റെ ആത്മകഥയായ കിസ്സത്തിയിൽ ഉമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഉമ്മമാർക്ക് എല്ലാ മക്കളും പ്രിയപ്പെട്ടവരാണ്. ഏറ്റവും പ്രിയപ്പെട്ട മകൻ ഞാനാണെന്ന് ഞാനും വിചാരിച്ചു. എന്നാൽ ഉമ്മമാർക്ക് എല്ലാ മക്കളും ഒരുപോലെയാണ്. ഓരോ കുട്ടിയും അങ്ങനെയാണ് വിചാരിക്കുന്നത്. അതുപോലെ ഞാനും വിചാരിച്ചു. ഉമ്മയ്ക്ക് പ്രായമായി വന്നപ്പോൾ അവർക്കൊപ്പം ഒരുപാട് സമയം ഞാൻ ചിലവഴിച്ചു. വിദേശ രാജ്യത്ത് പോയി തിരിച്ചു വരുമ്പോൾ ഉമ്മയ്ക്ക് വേണ്ടി സമ്മാനങ്ങൾ വാങ്ങി വരാറുണ്ട്. 1983 മെയ് മാസത്തിൽ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടതുപോലെ എന്റെ ഉമ്മ എന്നെ വിട്ടുപോയി. ജനക്കൂട്ടം ഉമ്മയുടെ അന്ത്യകർമ്മങ്ങൾക്ക് സാക്ഷിയാകാൻ എത്തിയിരുന്നു. ഖബറിലേക്ക് ഉമ്മയുടെ ശരീരം എടുത്തുവച്ചപ്പോൾ ഞാനും തകർന്നു വീണു. അന്നത്തെ ഓർമ്മകൾ തന്നെ ഇപ്പോഴും വേട്ടയാടുന്നുണ്ടെന്ന് അദ്ദേഹം കുറിപ്പിൽ പറയുകയായിരുന്നു. ലോകം ഉറ്റുനോക്കുന്ന ഒരു നേതാവാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. ഇപ്പോൾ കാണുന്ന ദുബായിയെ പടുത്തുയർത്തിയ നേതാവ്. സഞ്ചാരപ്രിയരെ ഏറ്റവും കൂടുതൽ മാടി വിളിക്കുന്ന ദുബായ് ഇന്ന് ഈയൊരു രീതിയിൽ എത്താൻ കാരണവും ഈ നേതാവ് തന്നെയാണ്. പ്രത്യേകിച്ച് പ്രവാസികളെ ചേർത്ത് പിടിക്കുന്ന ഈ നേതാവ് എന്നും ലോകത്തിന് ഒരു മാതൃകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.